ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. അന്തരിച്ച കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന് രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 85.52% ഉയർന്നു. സംസ്ഥാനത്ത് കോവിഡ് ജാഗ്രത കടുപ്പിച്ച് സർക്കാർ. കൂടുതൽ രോഗികൾ തിരുവനന്തപുരത്തും മലപ്പുറത്തും. ഈന്തപ്പഴ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നു. ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയുമായി സഹകരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമെന്ന് സൂചന. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ അന്തരിച്ച കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെയാണ് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയായ രാംവിലാസ് പാസ്വാൻ അന്തരിച്ചത്. സംസ്കാരം നാളെ പാറ്റ്നയിൽ. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി പാർലമെന്റിൽ ദീർഘകാലം കർമ്മനിരതനായിരുന്ന അംഗമായിരുന്നു ശ്രീ പാസ്വാനെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ശ്രീ പാസ്വാന്റെ വിയോഗം രേഖപ്പെടുത്താൻ വാക്കുകളില്ലെന്നും അദ്ദേഹത്തിന്റെ വിയോഗം അവശേഷിപ്പിക്കുന്ന ശൂന്യത ഒരിക്കലും നികത്താനാകില്ലെന്നും പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. ബീഹാറിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്ത് വന്ന രാംവിലാസ് പാസ്വാൻ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിലൂടെയാണ് ദേശീയനിരയിലേക്ക് വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 85.52%-ലെത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 72,000-ലേറെ പേർ സുഖം പ്രാപിച്ചു. ഇതോടെ രാജ്യത്ത് രോഗമുക്തരായവരുടെ എണ്ണം 59 ലക്ഷം കടന്നു. 9 ലക്ഷത്തോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. രാജ്യത്തെ കോവിഡ് മരണനിരക്ക് 1.54% കുറഞ്ഞു. അതിനിടെ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കർശനമാക്കി ജില്ലാ ഭരണകൂടങ്ങൾ. ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ച തിരുവനന്തപുരത്ത് 11,000-ത്തിലധികം പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 7,881 പേരാണ് മലപ്പുറത്തിപ്പോൾ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് ഇന്നലെ 5,445 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. 7,003 പേർ ഇന്നലെ രോഗമുക്തി നേടി. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,67,256 ആയി. 90,579 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കോഴിക്കോട് ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കടകൾ തുറക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചുവെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ സാംബശിവറാവു അറിയിച്ചു. ജില്ലയിലെ കോവിഡ് വ്യാപനം വിലയിരുത്തി അതത് സമയങ്ങളിൽ ഉചിതമായ തീരുമാനം ജനങ്ങളെ അറിയിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. മലപ്പുറം ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ തീരപ്രദേശങ്ങളടക്കമുള്ള കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കി. മരണനിരക്ക് കുറയ്ക്കാനായി പ്രധാനമായും റിവേഴ്സ് ക്വാറന്റൈനാണ് അവലംബിക്കുന്നതെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന ആകാശവാണി വാർത്തയോട് പറഞ്ഞു. ഒരു പേടി കുറഞ്ഞിട്ട് പുറത്തിറങ്ങുന്നതും മാസ്ക് ഉപയോഗിക്കാണ്ട് കൂട്ടം കൂടി നിൽക്കുന്നതൊക്കെ കൂടുതൽ ശ്രദ്ധയപ്പെടുത്തുകൊണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ താലൂക്ക് തലത്തില് സ്ക്വാഡുകൾ രൂപീകരിച്ചുകൊണ്ട് ശക്തമായ നടപടികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും തീരദേശത്ത് അണയുന്ന ബോട്ടുകളുടെ സെന്ററുകൾ 17 മാർക്ക് ചെയ്ത് ബോട്ടിലെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനും ഉള്ള നടപടികളുണ്ട്. ബാരിക്കേഡുകൾ ഉണ്ടാക്കുക, അതുപോലെ ഒരു എക്സിറ്റും ഒരു എൻട്രി പോയിന്റ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ആരോഗ്യവകുപ്പിന്റെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അത് മോണിറ്റർ ചെയ്യാനും സംവിധാനമുണ്ട്. പക്ഷേ ഇവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യം, കേസ് മാറിയതിനു ശേഷമുള്ള ആളുകളുടെ കൂട്ടായ്മയുണ്ട് മലപ്പുറത്ത്. അവര് പ്ലാസ്മ ഡൊണേഷൻ ഗ്രൂപ്പാണ് ആവശ്യമുള്ളപ്പോൾ അവർ ഡൊണേറ്റ് ചെയ്യും. ഈ ഫീൽഡ് തലത്തിലെ ആളുകൾക്ക് ഇതിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ കൊടുക്കാൻ ഇവർ സജീവമായിട്ടുണ്ട്. അതോടൊപ്പം CFLTCകളിലും മറ്റും വോളണ്ടിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ അവർ വില്ലിങ്ങാണ്, അതിന് സഹകരിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലേക്ക് പുറത്തുനിന്ന് മത്സ്യം കൊണ്ടുവരുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം പിൻവലിച്ചു. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് കൊല്ലത്തെ ഹാർബറുകൾ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലയ്ക്ക് പുറത്തുനിന്ന് നിയന്ത്രണങ്ങൾ പാലിച്ച് മത്സ്യം കൊണ്ടുവരാൻ അനുമതി നൽകിയത്. കണ്ണൂർ ജില്ലയിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ ബോധവൽക്കരണ നടപടികളുടെ ഭാഗമായി നടത്തുന്ന നോ മാസ്ക് നോ എൻട്രി സീറോ കോൺടാക്ട് ചലഞ്ച് ക്യാമ്പയിനുകൾക്ക് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ, പൊതു ഇടങ്ങൾ തുടങ്ങി മുഴുവൻ സ്ഥലങ്ങളിലും ശരിയായ രീതിയിൽ മാസ്ക് ധരിച്ചു മാത്രമേ പ്രവേശനം അനുവദിക്കൂ എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നോ മാസ്ക് നോ എൻട്രി ക്യാമ്പയിൻ. പൊതുചടങ്ങുകൾ ഉൾപ്പെടെ ഒരു വ്യക്തി ഇടപെടുന്ന മുഴുവൻ ജീവിത സാഹചര്യങ്ങളിലും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുവെന്ന് സ്വയം ഉറപ്പുവരുത്തുകയാണ് സീറോ കോൺടാക്ട് ചാലഞ്ചിലൂടെ ലക്ഷ്യമിടുന്നത്. ജില്ലയിലെ എല്ലാ ഓഫീസുകളിലും, വ്യാപാര സ്ഥാപനങ്ങളിലും, വാഹനങ്ങളിലും, പൊതു ഇടങ്ങളിലും ഇത് സംബന്ധിച്ച സ്റ്റിക്കറുകളും പോസ്റ്ററുകളും പതിക്കും. പ്രധാന നഗരങ്ങളിലും പട്ടണങ്ങളിലും ക്യാമ്പയിന്റെ ഭാഗമായുള്ള ബോർഡുകൾ സ്ഥാപിക്കും. ക്യാമ്പയിൻ സന്ദേശം ജില്ലയിലെ മുഴുവൻ വീടുകളിലും എത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, തൊഴിലാളി സംഘടനകൾ, വ്യാപാര സംഘടനകൾ തുടങ്ങിയവർ മുന്നോട്ട് വരണമെന്ന് ജില്ലാ കലക്ടർ ടി വി സുഭാഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. സംസ്ഥാനത്തേക്ക് ഈന്തപ്പഴം ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയുമായി സഹകരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഇന്നത്തെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമെന്ന് സൂചന. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുമായി ധാരണയിലെത്തുന്നതിനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞതായും നേതൃത്വം മുൻപ് അറിയിച്ചിരുന്നു. ഇന്ന് ലോക തപാൽ ദിനം. ദിനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 15 വരെ നീണ്ടുനിൽക്കുന്ന ദേശീയ തപാൽ വാരാചരണത്തിന് തുടക്കമായി. ആഗോള സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ തപാൽ സംവിധാനം നൽകിയ സംഭാവനകളെക്കുറിച്ച് അവബോധമുണ്ടാക്കുക എന്നതാണ് വാരാചരണം ലക്ഷ്യമിടുന്നത്. ഒരു റിപ്പോർട്ട്. 1874 സ്വിറ്റ്സർലൻഡിലെ ബേണിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിച്ചതിന്റെ സ്മരണാർത്ഥമാണ് തപാൽ ദിനം ആഘോഷിക്കുന്നത്. ലോകം ഒക്ടോബർ 9 തപാൽ ദിനമായി കണക്കാക്കുമ്പോൾ രാജ്യത്ത് ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമായും ആചരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തപാൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. പോസ്റ്റുമാന്റെ തുകൽ സഞ്ചിയും ചുവന്ന തപാൽ പെട്ടികളും മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇന്ന് ഗൃഹാതുരത്വം നൽകുന്ന കാഴ്ചയാണ്. സാങ്കേതിക വിദ്യ ഏറെ വികസിച്ച ഈ ഡിജിറ്റൽ യുഗത്തിലും തപാൽ സംവിധാനം പ്രാധാന്യം നിലനിർത്തുകയാണ്. ഇന്ന് തപാലിനു പുറമെ ലഘു സമ്പാദ്യ ഇൻഷുറൻസ് പദ്ധതികളും പോസ്റ്റ് ഓഫീസുകൾ വഴി ലഭ്യമാണ്. കോവിഡ് മഹാമാരിക്കാലത്ത് വൈറസിനെ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും അനിവാര്യമായ മരുന്നുകൾ, ആരോഗ്യ ഉപകരണങ്ങൾ, അവശ്യ വസ്തുക്കൾ തുടങ്ങിയവ എത്തിക്കുന്നതിന് തപാൽ വകുപ്പ് നടത്തിയ ശ്രമങ്ങൾ പ്രശംസനീയമാണ്. ജനങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് തപാൽ വഴി പണമിടപാട് നടത്താൻ കഴിയുന്ന സംവിധാനവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാലക്കാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ സഹകരണ സംഘങ്ങൾ നേരിട്ട് നെല്ല് സംഭരിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. സ്വകാര്യ മില്ലുടമകളുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുമെന്നും തിരുവനന്തപുരത്ത് ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി പറഞ്ഞു. ഒന്നാം വിള കൊയ്ത്ത് സജീവമായ പാലക്കാട് ജില്ലയിൽ നെല്ല് സംഭരണത്തിന് സഹകരണ സംഘങ്ങൾ തയ്യാറായത് കർഷകർക്ക് ആശ്വാസമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 29 സഹകരണ സംഘങ്ങളാണ് ജില്ലയിൽ നിന്നും നെല്ലെടുക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. പാലക്കാട്, ചിറ്റൂർ, ആലത്തൂർ, ഒറ്റപ്പാലം താലൂക്കുകളിലെ സംഘങ്ങളാണ് സംഭരണത്തിന് തയ്യാറായിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ സംഭരണം മുതൽ നെല്ല് അരിയാക്കി സപ്ലൈകോയ്ക്ക് കൈമാറുന്നത് വരെയുള്ള ഉത്തരവാദിത്വം സഹകരണ സംഘങ്ങൾ നിർവഹിക്കും. കിലോയ്ക്ക് 27 രൂപ 48 പൈസ നൽകിയാണ് സഹകരണ സംഘങ്ങൾ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുക. പാഡി റെസിപ്റ്റ് അടിസ്ഥാനത്തിൽ നെല്ല് അളന്ന അന്ന് തന്നെ പണം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. നെല്ല് സംഭരിക്കുന്നതിനായി സംഘങ്ങൾ പരമാവധി സംഭരണ കേന്ദ്രങ്ങൾ കണ്ടെത്തും. നബാർഡ് സഹായത്തോടെ അടുത്ത സീസണിൽ സഹകരണ സംഘങ്ങൾ സ്വന്തം സംഭരണ കേന്ദ്രങ്ങൾ പണിയുമെന്നും അറിയിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഷാർജയിലാണ് മത്സരം. ഇന്നലെ ദുബായിൽ നടന്ന മത്സരത്തിൽ കിങ്സ് 11 പഞ്ചാബിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വിജയം നേടിയിരുന്നു. രാജ്യത്ത് ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 336 പോയിന്റ് ഉയർന്ന് 40,518-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 84 പോയിന്റ് നേട്ടത്തിൽ 11,916-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്തരിച്ച കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന് രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 85.52% ഉയർന്നു. സംസ്ഥാനത്ത് കോവിഡ് ജാഗ്രത കടുപ്പിച്ച് സർക്കാർ. കൂടുതൽ രോഗികൾ തിരുവനന്തപുരത്തും മലപ്പുറത്തും. ഈന്തപ്പഴ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നു.
ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയുമായി സഹകരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമെന്ന് സൂചന. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.